ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം നീച്ചുള്ളൂ, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. നീച്ചപ്പോഴേക്കും നല്ല മഞ്ഞാണ്. അപ്പോൾ ധോനി ബേബി എണീറ്റിട്ടില്ല. അമ്മയ്ക്ക് കൈവേദന പറഞ്ഞിട്ട് അമ്മയും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ എണീറ്റിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കൂട്ടിയിട്ടിട്ട് വന്ന് കിടക്കുമായിരുന്നു. അമ്മയ്ക്ക് നല്ല കൈവേദന, മഞ്ഞും തണുപ്പൊക്കെ ആയതുകൊണ്ടേ. അപ്പോൾ രാവിലെ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നത് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനിതാ വേഗം വീതനപ്പറൊക്കെ തുടച്ച് ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു. അതിനുശേഷം കുറച്ച് മാവൊക്കെ ഉണ്ടായിരുന്നു. ആ മാവൊക്കെ കുഴച്ച് വെച്ചായിരുന്നു കേട്ടോ ഞാൻ ആ സമയം കൊണ്ട്. ആ മാവ് പരത്തി ചപ്പാത്തി ചുടാലോ എന്ന്. ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ കറി എന്താ ഉണ്ടാക്കാന്നുള്ളതൊന്നും ആദ്യം ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം തിളച്ചു, ചായപ്പൊടി ഇട്ടു. പിന്നെ കട്ടൻ ചായയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാലില്ല, പാല് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മ ഇങ്ങോട്ടും പുറത്തേക്കൊന്നും ജോലിക്കൊന്നും പോകാത്തതുകൊണ്ട് ഇപ്പോൾ പാല് മേടിക്കൽ നിർത്തി. ആദ്യം പെൻഷനൊക്കെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുമായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഏട്ടൻ വരുമ്പോൾ ഓരോ പാക്കറ്റ് പാല് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഞങ്ങൾ പാൽ ചായ കുടിക്കാറ്. പാലിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ നിർത്തിയിട്ട് കേട്ടോ. ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ പിന്നെ പാലില്ലാണ്ട് വെറും വയറ്റിൽ കട്ടൻ ചായ കുടിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് പാല് മേടിച്ചായിരുന്നു അമ്മ. പെൻഷനിപ്പോൾ ബാക്കിക്കാണല്ലോ ഇപ്പോൾ. അപ്പോൾ തൊഴിലുറപ്പും ഇതിനൊന്നും പോവാനിപ്പോൾ അമ്മയ്ക്ക് പറ്റില്ല, ഞാനിവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ പാലൊക്കെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കട്ടൻ ചായ തന്നെ ഉള്ളൂ. അപ്പോൾ കട്ടൻ ചായ വെച്ച് ഇറക്കി വെച്ചു. അതിന് ചപ്പാത്തിക്ക് കുഴച്ചു, മാവൊക്കെ കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടൈലസിൽ തന്നെയാണ് വീതനപ്പുറത്ത് തന്നെ ഇട്ടുണ്ടാക്കണത്. ഞാൻ രാവിലെ എണീറ്റപ്പോൾ വീതനയൊക്കെ കഴുകി തുടച്ചായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പരത്തണത്. പിന്നെ അതിൻ്റെ ചപ്പാത്തി പരത്തണ പലക എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാനില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ അത് ആ പലക അങ്ങോട്ട് ഇങ്ങനെ നീങ്ങി പോകും. അപ്പോൾ ശരിയാവുകയില്ല. അപ്പോൾ ഞാൻ എളുപ്പത്തിന്, നമുക്ക് എളുപ്പമാണ് വേഗം പരത്തി അടുപ്പിൻ്റെ ഇതിലേക്ക് ഇടുകയും ചെയ്യുക. അപ്പോൾ ടൈലസിൽ തന്നെ കേട്ടോ ഞാൻ അധികം പരത്തിയെടുക്കാറ്. അപ്പോൾ അങ്ങനത്തെ ആ ചപ്പാത്തി ചൂടിലൊക്കെ കഴിയാനായി കേട്ടോ. അപ്പോഴേക്കും അമ്മ എണീറ്റ് വന്നു കേട്ടോ മെല്ലെ. നമുക്ക് കൈവേദന കാരണം നമുക്കൊരു ഒന്നിനും ഭാരമുള്ള ജോലി ഒന്നും ചെയ്യാൻ വയ്യ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ 2 ഉള്ളിയൊക്കെ തൊലിച്ച് തന്നു. ഞാൻ വേഗം അത് കൊത്തി അരിഞ്ഞിട്ട് ഉള്ളി വാട്ട, തക്കാളി 2 തക്കാളി എടുത്ത് വാട്ട എന്നൊക്കെ. എന്നും കറിയില്ലാതെ വെറും ചപ്പാത്തി എങ്ങനെ കഴിക്കുക നമ്മൾ. മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മുട്ടക്കറിയോ അല്ലെങ്കിൽ നമ്മൾ മുട്ട റോസ്റ്റോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമായിരുന്നു. മുട്ട റോസ്റ്റ് പറയുന്നത് ഇപ്പോൾ നമ്മൾ മുട്ട പൊഴുങ്ങിയിട്ട് ഇപ്പോൾ ഈ തക്കാളി ഉള്ളിയും വാട്ടിയിട്ട് അതിലേക്ക് ഇടുകയൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഞാൻ വേറൊന്നും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും എടുത്തില്ല കേട്ടോ. വെറും 2-3 സവോളയും, കുഞ്ഞ് സവോളയും തക്കാളി, മുളകും മഞ്ഞളും മാത്രം. മല്ലിപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ വാട്ടുമ്പോഴേ. വേറെ ചൊയ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതാ എണ്ണ അടുപ്പത്ത് വെച്ചിരിക്കുന്നതും. എണ്ണ അടുപ്പത്ത് വെച്ച് ഉള്ളിയൊക്കെ വാട്ടുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ട് വരാനായിട്ടോ. മഞ്ഞൾപ്പൊടി ഇടാണ്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടാൻ നോക്കുമ്പോൾ മുളക് പൊടിയുടെ ഡപ്പയിൽ സ്പൂണൊന്നും കാണാനില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ കൊട്ടിയിടുക ചെയ്തു. പിന്നെ എനിക്കൊരു ഏകദേശം ഒരു അളവ് അറിയാം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയായിട്ട് കൊട്ടിയിട്ടു കേട്ടോ. പിന്നെ അധികം എരിവുള്ള മുളകാണോ എന്നൊക്കെ ഞാൻ പുതിയ മുളകൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല എരിവുള്ള മുളകാണോ എന്നൊക്കെ ഞാൻ നോക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു പാകം അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കൊട്ടിയിട്ടു കേട്ടോ. പിന്നെ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയെടുത്തു. ഇപ്പം മുളക് പൊടിയൊന്നും അങ്ങനെ പൊടിപ്പിക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പ്രസവത്തിന് വന്നതിന് ശേഷം അമ്മയ്ക്ക് ഒന്നിനും ഒഴിവ് കിട്ടിയില്ല. തൊഴിലുറപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പ്രസവത്തിന് വന്നു. അങ്ങനെ ഒന്നിനും ഒഴിവ് കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കറി എടുത്ത് വെച്ചു. ചോറിന് വെള്ളം കയറ്റി വെച്ചിട്ട് അടുപ്പിൽ. അതിന് ശേഷം പല്ല് തേക്കണം. ഞാൻ രാവിലെ വായ കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി കയ്യും കാലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ അടുപ്പിൻ്റെ അടുക്കാനേ പോയത്. പിന്നെ കുറച്ച് വെള്ളം കുടിക്കണം എനിക്ക് രാവിലെ എപ്പോഴും. അപ്പം അങ്ങനെ വെള്ളം കുടിച്ചിട്ടാണ്, വായ കഴുകി വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ കലാപരിപാടികളൊക്കെ തുടങ്ങി, ചായ പരിപാടിയൊക്കെ. അപ്പോൾ അങ്ങനെ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞു. ഞാനും അമ്മയും ഇനി കഴിക്കട്ടെ. അപ്പോൾ കുട്ടിയുള്ളത് കൊണ്ട് നമുക്ക് സമയം തെറ്റിയിട്ടൊന്നും കഴിക്കാനും പറ്റില്ല. കുട്ടിക്ക് വയറ് കാളുള്ളൂ എന്നൊക്കെ പറയില്ല. നമുക്ക് വയറ് കാഞ്ഞാൽ കുട്ടിക്കും വയറ് കായും എന്നൊക്കെ പറയണ കേട്ടില്ല. അപ്പോൾ സമയം തെറ്റി കഴിക്കാനേ പറ്റില്ല.
അപ്പം ഞാനും അമ്മയും കഴിക്കാനിരിക്കുകയാണ്. അമ്മ പല്ല് തേക്കാൻ പോയിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും ബൈ.